ശിക്ഷ പോലും നൽകാതെ വെറുതെ വിട്ട നബിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പക്ഷേ യുദ്ധതന്ത്രങ്ങളെ ചൊല്ലി നോക്കിയാൽ ഏറ്റവും ഗുരുതരമായ തെറ്റ് ചെയ്തിട്ട് ഒന്നും ചെയ്തില്ല, ഒന്നും വേണ്ട. നബിതങ്ങൾ തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്നു. തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ ഒരു ന്യൂസ് കേൾക്കുന്നത്, മദീനയിൽ പുതിയൊരു പള്ളി ഉണ്ടായിട്ടുണ്ട്. തബൂക്ക് യുദ്ധം, തബൂക്ക് എന്ന് പറയുന്നത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശരീരം കൊണ്ട് സംബന്ധിച്ച അവസാനത്തെ യുദ്ധമാണ്. തബൂക്ക് കഴിഞ്ഞിട്ട് വേറൊരു യുദ്ധത്തിന് നബിതങ്ങൾ പോയിട്ടില്ല. അവസാനത്തെ യുദ്ധമായിരുന്നു തബൂക്ക്. ആ തബൂക്കിൽ നിന്ന് തങ്ങൾ തിരിച്ചു വരുമ്പോൾ മദീനക്കാരൊരു വിവരം പറഞ്ഞു, നബിയേ നബിയേ, മദീനയിൽ ഒരു പള്ളി ഉണ്ടായിട്ടുണ്ട്, പുതിയൊരു പള്ളി, മസ്ജിദുൽ ദിറാർ, ദിറാറിന്റെ പള്ളി എന്ന് ഖുർആൻ അതിനെ വിളിച്ചു. ബുദ്ധിമുട്ടുണ്ടാക്കാനുണ്ടാക്കിയ പള്ളി. മുനാഫിക്കുകളായ ആളുകൾ, കപടവിശ്വാസികളായ ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളികൾ ഒന്നുപോലും അവർക്ക് പോകാനൊക്കില്ല. അവർക്ക് സ്വന്തമായി അവരുടെ പ്ലാനുകൾ നടക്കാൻ വേണ്ടി ഒരു പള്ളി കപടവിശ്വാസികൾ ഉണ്ടാക്കിയ മസ്ജിദുൽ ദിറാർ മദീനയിൽ പൊങ്ങിയിരിക്കുകയാണ്. ആരുണ്ടാക്കിയത്? കപടവിശ്വാസികൾ. എന്നിട്ട് അതിന്റെ അത്ഭുതം എന്താണെന്നറിയോ? നബിതങ്ങളെ ഉദ്ഘാടനത്തിന് വിളിക്കുകയും ചെയ്തു. നമ്മള് മണക്കാട് തങ്ങളെ വിളിക്കുക, ഉദ്ഘാടനം ആയിക്കോട്ടെ, എന്തെങ്കിലും സയ്യിദന്മാരെ വിളിക്കുക. വലിയൊരാള് വന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇതിനൊരു ഇമേജ് കിട്ടുമല്ലോ. അള്ളാഹുവിന്റെ റസൂലിനെ ഉദ്ഘാടനത്തിന് വിളിച്ചു. ഉണ്ടാക്കിയത് എന്താണെന്നറിയോ? സമൂഹത്തിൽ ഫിത്ന ഉണ്ടാക്കാൻ. ആ പള്ളിയുടെ വിവരം ലഭിച്ചു റസൂലുള്ളാഹി തങ്ങൾക്ക്. മുനാഫിക്കുകളാണ് ഉണ്ടാക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിന്റെ വഹി വന്നു, നബിയേ ഒരിക്കലും പോവരുത് നബിയേ, ഈ സമൂഹത്തിന്റെ മനസ്സ് മുറിച്ചു മാറ്റാൻ ഉണ്ടാക്കിയ പള്ളിയാണത്, പോകരുത്. ണ്ടല്ലോ ആൾക്കെണ്ണം സംഘടനക്കെണ്ണം പള്ളി ഉണ്ടാക്കുന്നത്. ഏത് മസലയാണ് അതിന്റെ പിന്നിലെന്ന് എനിക്കറിയൂല. ജുമുഅ നിസ്കാരത്തിന് മുസ്ലിമീങ്ങൾക്ക് അവരുടെ ഏത് സംഘടനകളാകട്ടെ ഒരുമിച്ച് കൂടാൻ സാധിക്കുന്ന ഒരു ജുമുഅത്ത് പള്ളി ഉണ്ടായിരിക്കെ അകാരണമായി മറ്റൊരു പള്ളി തൊട്ടുമുമ്പിൽ വാങ്ക് കേൾക്കുന്നിടത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കെ ഓരോരുത്തരും തോന്നിയ രീതിയിൽ പൈസ പിരിച്ചു കൊണ്ടുവന്ന് പള്ളി ഉണ്ടാക്കുന്നത് എത്ര ഗൗരവമാണ്. നമ്മൾ വിചാരിക്കും പള്ളിയല്ലേ, ഖിയാമത്ത് നാൾ വരെ മുസ്ലിമീങ്ങൾക്ക് നന്നാവാൻ പറ്റുമോ? ആ പള്ളിവിനെ പൊളിച്ചു കളയാൻ പറ്റുമോ? എന്നെങ്കിലും സമൂഹം ഒന്നാവുകയും യോജിക്കുകയും ഒരു മനസ്സായി മാറുകയും ചെയ്താൽ ആ പള്ളിയിലെ പിന്നെ ജുമുഅ ആര് നടത്തും? അത് ജുമുഅത്ത് പള്ളിയായി നിശ്ചയിക്കപ്പെട്ടില്ലേ? ഖിയാമത്ത് നാൾ വരെ ഈ സമൂഹത്തിൽ ഫിത്നയുണ്ടാകാൻ ഈ പള്ളികൾ കാരണമായിട്ടില്ലേ? റോഡിന്റെ അപ്പുറവും ഇപ്പുറവും നമ്മൾ എന്താ മനസ്സിലാക്കാത്തത്? പള്ളിയാണ് വിചാരിച്ച് ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ച് പാവപ്പെട്ട അറബികളിൽ നിന്ന് പിരിച്ചു വാങ്ങിയിട്ടും അല്ലാതെയും സമൂഹത്തിന്റെ മനസ്സുകളെ കീറി മുറിക്കാൻ ഇത് ചെയ്യല്ലേ, ഇത് ചെയ്യല്ലേ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മസ്ജിദുൽ ദിറാർ മുസ്ലിമീങ്ങളെ ബുദ്ധിമുട്ടാക്കാനുണ്ടാക്കിയ പള്ളിയാണ്. ലാ തഖും ഫീഹി അബദാ, ഒരിക്കലും നിങ്ങൾ അവിടെ പോകരുത് നബിയേ. അല്ലാഹുവിന്റെ ഓർഡറാണ്, പോകരുത് നബിയേ. അത് പള്ളിയാണ്, പക്ഷെ അങ്ങ് പോവണ്ട. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗമിൻ ഹഖ്ഖു അൻ തഖൂമ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. ഈ പള്ളി ഉണ്ടാക്കിയ ആളുകളെ എങ്ങനെയാണ് നബിതങ്ങൾ കൈകാര്യം ചെയ്തത്? പഠിക്കണം. അള്ളാഹുവിന്റെ ഹബീബിന് സങ്കടമുണ്ടായി. തബൂക്കിലെ ക്ഷീണം കഴിഞ്ഞ് വരികയാണ്. തബൂക്ക് നടക്കുന്നത് ജൂലൈ മാസത്തിലാണ്. സൗദി അറേബ്യയിൽ ഏറ്റവും ചൂടുള്ള കാലം ജൂലൈ മാസത്തിലാണ് തബൂക്ക് ഉണ്ടായത്. ആ ക്ഷീണം കഴിഞ്ഞ് നബിയും സ്വഹാബത്തും ചൂടേറ്റ് നടന്നു വരുമ്പോഴാണ് അള്ളാഹുവിന്റെ വഹി വരുന്നത്. നബിയെ ഉദ്ഘാടനം പോയിട്ട് 2 റക്അത്ത് പോലും ആ പള്ളിയിൽ പോയി അങ്ങ് നിസ്കരിക്കരുത് നബിയെ. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ, അല്ലാഹുവിനെ ഭയപ്പെടാൻ വേണ്ടി, അല്ലാഹുവിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടത്, സംഘടനയ്ക്ക് വേണ്ടിയല്ല, അല്ലാഹുവിന് വേണ്ടി. അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ ഒരിടം വേണമല്ലോ എന്നുദ്ദേശിച്ച് റബ്ബിന്റെ ഇബാദത്തിനുണ്ടാക്കപ്പെട്ട ആദ്യത്തെ പള്ളി മസ്ജിദ് ഖുബാ. അഹഖു അൻ തഖൂമ ഫീ, അവിടെയാണ് നബിയെ നിങ്ങൾ നിസ്കരിക്കേണ്ടത്, അവിടെയാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടത്. ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു, ഹൃദയങ്ങളിൽ മാലിന്യമില്ലാത്തവർ,
അടുത്തവർ, നല്ല ശുദ്ധിയുള്ള മനസ്സുള്ളവർ, കുഴപ്പക്കാരല്ല അവര്. ആ പള്ളിയിൽ നിസ്കരിച്ചു വരുന്ന ആളുകൾ നല്ല ശുദ്ധിയുള്ള മനസ്സുള്ളവരാണ് നബിയെ. അവർ തയമ്മും കൊണ്ടും അവർ കല്ലുകൊണ്ടും വെള്ളം കൊണ്ടും ശുദ്ധി വരുത്തുന്നവരുമാണ്. യുഹിബ്ബൂന അൻ യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. ആ പള്ളി നിബിധങ്ങൾ പൊളിച്ചു മാറ്റാൻ വേണ്ടി പറഞ്ഞു, കരിച്ചു കളയാൻ വേണ്ടി പറഞ്ഞു. ഇസ്ലാമിക ലോകത്ത് കരിക്കപ്പെട്ട ഒരു പള്ളിയാണത്. എന്തിന് ഈ സമൂഹത്തെ രണ്ട് കഷ്ണമാക്കി? എന്തിന് നമുക്ക് ആ പള്ളി വേണം? ആരുടെ തീരുമാനം? അല്ലാഹു ജല്ല ജലാലുവിന്റെ തീരുമാനം. ആര് നടപ്പാക്കി? റഹ്മത്തുൽ ലിൽ ആലമീനായ നിബിധങ്ങളാണ്. ഈ ഉമ്മത്തിനോട് റഹ്മത്ത് തോന്നി ഇവര് രണ്ട് വിഭാഗമാവണ്ട എന്ന് വിചാരിച്ച് ആ പള്ളി പൊളിച്ചു കളയാൻ വേണ്ടി പറഞ്ഞു. മനസ്സിലാക്കണം മുഅ്മിനീങ്ങളെ, മനസ്സിലാക്കിക്കോളൂ. ബുദ്ധിയുള്ളവർക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ട്. ഹബീബായ നബിതങ്ങൾ മുനാഫിക്കുകൾ ഉണ്ടാക്കിയ ഈ പള്ളിയെ സംബന്ധിച്ച് മുഅ്മിനീങ്ങൾ പറഞ്ഞു, നബിയെ ഈ മുനാഫിക്കുകളോട് നിങ്ങൾ യുദ്ധം ചെയ്യട്ടെ. തങ്ങൾ പറഞ്ഞു, വേണ്ട. ഞാൻ വെറുത്തു പോകുന്നു. അഖാഫു, ഞാൻ പേടിക്കുന്നുണ്ട്. ചില ആളുകൾ വിളിച്ചു പറയും, ഇന്ന മുഹമ്മദൻ യഖ്തുലു അസ്ഹാബഹു. മുഹമ്മദ് നബി സ്വന്തം ആളുകളെ കൊല്ലുന്ന ആളാണെന്ന് പറയും ആളുകൾ. ഇവിടെ ഇവര് സ്വന്തക്കാരല്ല, ഇവര് മുനാഫിഖീങ്ങളാണ്, കാഫിറുകളാണ്, കപടവിശ്വാസികളാണ്. പക്ഷേ കലിമ ചൊല്ലി നടക്കുന്നവരല്ലേ, പള്ളിയിൽ കയറി വരുന്നവരാണ്, മുസ്ലിമാണെന്ന് നടിക്കുന്നവരാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ, പൊതുജനങ്ങളുടെ കാഴ്ചപ്പാടിൽ അവര് മുസ്ലിമീങ്ങൾ. അള്ളാന്റെ അടുത്ത് അവര് മുസ്ലിമീങ്ങളല്ല. എന്നിട്ട് പോലും മുസ്ലിമീങ്ങളായ ആളുകളെ മുഹമ്മദ് നബി കൊല്ലുമെന്ന് ആളുകൾ പറയൂലേ? ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, ആ പള്ളി നമുക്ക് വേണ്ടെന്ന് വെക്കാം എന്ന് പറഞ്ഞ് ഈ സമൂഹത്തിന്റെ ഐക്യത്തിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ച നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പള്ളി ഉണ്ടാക്കുമ്പോഴും വേറെ മദ്രസ കിട്ടുമ്പോഴും സിലബസ് മാറ്റുമ്പോഴും മാറ്റാതിരിക്കുമ്പോഴും ഏതെല്ലാം സംഘടനകൾ ഒന്നിന് പിറകെ മറ്റൊന്ന്, അതിന്റെ ഇപ്പുറത്ത് വേറൊന്ന്, അതിന്റെ മേലൊന്ന് വേറെ, ഇങ്ങനെ ഒന്നിന് മേൽ മറ്റൊന്ന് വിഘടനമുണ്ടാക്കാൻ നമ്മൾ ചെയ്യുന്ന പണികളൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ കയ്യും കെട്ട് മറുപടി പറയേണ്ട വിഷയങ്ങളാണ്. ഇവിടെ കൊടി പിടിക്കാൻ ആളുണ്ടാകും, സിന്ദാബാദ് വിളിക്കാൻ ആളുണ്ടാകും, തക്ബീർ ചൊല്ലി മുഴക്കാൻ ആളുകളുണ്ടാകും. അള്ളാന്റെ മുമ്പിൽ ഈ സമൂഹത്തെ കഷ്ണമാക്കിയതിന് ആര് മറുപടി പറയും? ആര് മറുപടി പറയും? അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃകയല്ലേ നമ്മൾ ഈ കാണുന്നത്? സമൂഹം ഭിന്നിച്ചുകൂടാ, ഈ സമൂഹത്തിന്റെ കെട്ടുറപ്പ് തകർത്തുകൂടാ. നമ്മൾ ഒന്നാണ്, അഹ്ലുൽ ഖിബ്ലത്താണ്. നമ്മൾ 5 നേരം നിസ്കരിക്കുന്ന ഖിബ്ലയിലേക്ക് മുന്നിട്ടിരുന്നവരാണ്. അള്ളാഹുവിന് വേണ്ടി ഒരു കെട്ടായി ഒന്നായി ഒരു മനസ്സായി ജീവിക്കേണ്ടവർ. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, ശത്രുത പാടുണ്ടോ? അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ല അയിമ്മത്തുകൾക്ക്. പക്ഷേ നമ്മൾ ഒന്നാണ്. റുഹമാഉ ബൈനഹും, അവർ പരസ്പരം സ്നേഹമുള്ളവരാണ്. അശിദ്ദാഉ അലൽ കുഫാർ, മുസ്ലിമീങ്ങളോട് എതിർക്കുന്നവരോട് കഠിന സ്വഭാവമുള്ളവരും മുസ്ലിമീങ്ങൾ തമ്മിൽ സ്നേഹത്തോടെ പെരുമാറേണ്ടവരുമാണ്. ഖുർആൻ പറയുന്നത് ഇങ്ങനെ, നമ്മൾ തമ്മിൽ ഭയങ്കര ശത്രുത, ഹിന്ദുക്കളോട് മറ്റവരോടൊക്കെ ഭയങ്കര സ്നേഹം. നേരെ മറിച്ച് മുസ്ലിമീങ്ങൾ തമ്മിൽ കൂടിയിരുന്ന അവിടെ പ്രശ്നം, അല്ലാത്തവർ തമ്മിൽ ഭയങ്കര ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ഏതാണ്? എന്താ ഇവിടെ എത്തിപ്പോയി? നമ്മൾ ഒന്ന് തിരിച്ചു നടക്കാൻ സമയമായില്ലേ? ഒന്ന് ചിന്തിക്കാൻ സമയമായില്ലേ? ഏതൊക്കെയോ ഒഴുക്കിലൂടെ അങ്ങനെ പോയി നമ്മൾ ആകെ തുന്നം പാറിപ്പോയില്ലേ? ഇനി അനുവദിച്ചുകൂടാ. നമ്മുടെ മഹല്ലുകൾ ഒറ്റക്കെട്ടായി നിൽക്കും, നമ്മുടെ പ്രസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും, നമ്മുടെ മനസ്സുകൾ അള്ളാഹ്ക്ക് വേണ്ടി ഒന്നിക്കും. ഫിത്നയുണ്ടാക്കാൻ പിശാചുണ്ട്, ഫിത്നയുണ്ടാക്കാൻ, പരസ്പരം തമ്മിലടിപ്പിക്കാൻ, ആളുകളുടെ മനസ്സുകൾ തമ്മിൽ ശത്രുതയുണ്ടാക്കാൻ, ഒരസാൻ. എന്ത്? ഞാൻ പറഞ്ഞതാണ് ശരി, എന്റേതാണ് ശരി, അതാണ് ശരി, ഇതാണ് ശരി, ഇതൊന്നും പറയല്ലേ. അതൊക്കെ ഉലമാ വിട്ടുകൊടുക്കുക. നമ്മൾ ഒന്നാണ്.